കണ്ണൂർ കൈരളം മട്ടയിൽ 5 ദിവസത്തിനിടെ പിടികൂടിയത് 25ലധികം പാമ്പുകളെയാണ്. പാമ്പുശല്യം രൂക്ഷമായതിനെ തുടർന്ന് ആശങ്കയിലാണ് ജനങ്ങൾ. പ്രദേശത്ത് പിടികൂടിയതിൽ കൂടുതലും പെരുമ്പാമ്പിന്റെ കുഞ്ഞുങ്ങളാണ്. പെരുമ്പാമ്പ് മാത്രമല്ല, പ്രദേശത്ത് വിഷപ്പാമ്പുകളുമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പാമ്പുകൾക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥയാണ് മേഖലയിലുള്ളത് എന്നാണ് വനവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെറുകാടുകൾ വെട്ടിത്തെളിക്കുന്ന നടപടികൾ വനവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ മയിലിനടുത്തുള്ള കൈരളം മട്ട എന്നൊരു പ്രദേശത്താണ്. ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ ആശങ്കയിലാണ് കഴിയുന്നത്. അതിന് കാരണം പാമ്പുകളാണ്. ഇപ്പോൾ സ്വാഭാവികമായും തോന്നാം, പാമ്പുകൾ മഴക്കാലത്ത് സ്വാഭാവികമല്ല, നമ്മുടെ പ്രദേശത്തൊക്കെ പാമ്പുകൾ ഉണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കഴിഞ്ഞൊരു 5 ദിവസത്തിനിടെ 27 പാമ്പുകളെയാണ് 1 കിലോമീറ്റർ ചുറ്റളവുള്ള പ്രദേശത്ത് പിടികൂടിയത്. അതിൽ കൂടുതലും പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങളാണ്. അതാണ് ആശങ്ക. കാരണം പലരുടെയും വീടുകളിൽ, അടുക്കളയിലും വീടിനകത്തൊക്കെയാണ് പാമ്പുകളെ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്തത്. അതിൻ്റെ ആശങ്കയാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ പങ്കുവെക്കുന്നത്. രണ്ട് മൂന്ന് കൊല്ലം ഇവിടെ പെരുമ്പാമ്പിൻ്റെ നായിലോണ്ടാ കണ്ടുകിട്ടുന്ന പരക്കുന്ന കാണുമ്പോൾ അപ്പുറം ഇപ്പുറം ഇങ്ങനെ നീങ്ങിയിട്ട് എല്ലാവർക്കും പേടായിപ്പോൾ ഒന്ന് അനങ്ങുന്നുണ്ട് നാട് കിണ്ടേനോന്ന് തോന്നിപ്പോകുന്നു. അത്രയും പേടിച്ചിട്ട് എല്ലാവരും ഈ ഭാഗത്തുനിന്ന് ബാതിൽ കൂട്ടുന്നതുകൊണ്ട് ആത്ത് കയറി കൊടുന്നില്ല. ഒരു 12 മണിയാകുമ്പോൾ നോക്കുമ്പോൾ ആത്ത് പാമ്പ്. പിന്നെ അതിനെ നമ്മൾ ഫോറസ്റ്റ് ഈ പിടിക്കുന്നവരെ വിളിച്ചു തരാൻ പറഞ്ഞ് ഫോട്ടോ എടുത്തേക്കാൻ പറഞ്ഞ് അയച്ച് പേടിക്കാനൊന്നുമില്ല നോക്കിയാൽ. പിന്നെ നമ്മൾ നോക്കിയിട്ട് അതിനെ പിടിച്ച് ബക്കറ്റിലാക്കി അവർ വന്ന് പിന്നെ പുറത്ത് നോക്കുമ്പോൾ ആദ്യം ഒന്നും കൂടെ അങ്ങനെ 2 എണ്ണത്തിന് അവർ കൊണ്ടുപോയി. പിന്നെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ 2 എണ്ണം ഉണ്ട്. നാട്ടുകാർക്ക് ഭയം തന്നെ. അത് പാമ്പല്ല, വിഷമില്ല എന്ന് പറഞ്ഞാലും പാമ്പല്ലേ, കാണുമ്പോൾ ഒന്ന് പിടിക്കും. ഇപ്പോൾ പഞ്ചായത്ത് ഞാൻ ഫോറസ്റ്റുമായി അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. റേഞ്ച് ഓഫീസറെ വിളിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഇത് വിഷമില്ലാത്ത തരത്തിൽപ്പെട്ട പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇത് എവിടെയോ പിന്നെ വിരിഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് സന്ധ്യാസമയത്തും മറ്റുള്ള സമയത്തെല്ലാം ഈ തണുപ്പ് മഴയെല്ലാം പെയ്യുന്ന സമയത്ത് കയറി വരുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. വീടിന് പുറത്തിറങ്ങാൻ പേടി. കുട്ടികളെ പലരും ബന്ധുവീടുകളിലേക്ക് മാറ്റി. രാത്രിയായാൽ സമാധാനത്തോടെ ഉറങ്ങാനും സാധിക്കുന്നില്ല. വീട്ടിലെ അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്ന് പോലും പാമ്പുകളെ പിടികൂടി. ഇതിനെന്തു പരിഹാരമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ പേടിയുണ്ട്, അവിടെ ഇവിടെയും പാമ്പിനെ കാണുന്നതും. പിന്നെ പ്രത്യേകിച്ച് രാത്രിയെല്ലാം ഇവർ ഇതിനെ തേടി ഇറങ്ങുക ചെയ്യുന്നുണ്ട്. 12 മണി 1 മണി വരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും വിറങ്ങലിച്ചിട്ടെന്ന് പറഞ്ഞ പോലെ വീട്ടിൻ്റെ ഉള്ളിൽ ജനലും വാതിലും മുഴുവൻ അടച്ച് വീട്ടിൻ്റെ ഉള്ളിൽ കഴിയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ 3-4 ദിവസമായിട്ടുള്ളത്. ഇതേ അവസ്ഥ നമുക്ക് കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്ത് 40ഓളം പാമ്പുകളെ പ്രദേശത്ത് നിന്ന് പിടികൂടിയിരുന്നു. പെരുമ്പാമ്പ് മാത്രമല്ല, വിഷപ്പാമ്പുകളെയും പ്രദേശത്ത് കണ്ടവരുണ്ട്. മൂർഖൻ്റെ പാമ്പിൻ്റെ ഉണ്ട്. നമ്മൾ അപ്പുറത്തെ വീട്ടിൽ മൂർഖൻ പാമ്പുണ്ട്. നമ്മൾ 3 മൂർഖന അവിടുന്ന് കണ്ടു ഇപ്പം അടുത്ത ദിവസം. പാമ്പുകൾക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥ മേഖലയിൽ ഉണ്ടെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ചെറുകാടുകൾ വെട്ടിത്തെളിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്രദേശത്ത് പരിശോധന നടത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ.